കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. Please turn with me to Matthew's Gospel, chapter 5 and verse 3. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. Praise the Lord. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമുക്ക് ഈ വേദഭാഗവും അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വാക്യങ്ങളും ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. ഇവിടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ പൊതുവെ വിളിക്കപ്പെടുന്ന ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് വിളിക്കപ്പെടുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ആണ്. പൊതുവെ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ബ്ലസ്സഡ് എന്ന് ഇംഗ്ലീഷിൽ ആരംഭിക്കുന്ന ഈ വേദഭാഗം, അതിനെക്കുറിച്ച് നമ്മൾക്ക് കാണുവാനിടയായി തീർന്നു. 8 beautiful attitudes that mark a true follower of Christ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്ന, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച യഥാർത്ഥ ദൈവമക്കളെ അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവമക്കളെ തിരിച്ചറിയുവാൻ കഴിയുന്ന 8 മനോഹരമായ മനോഭാവമെന്നാണ് ഒരു റൈറ്റർ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ the Beatitudes are not telling us how to become a Christian. They describe what a true Christian is like. ഒക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ഇതിൻ്റെ ബാറ്ററി മാറണോ? കുഴപ്പമില്ല, ഓക്കെ. ഈ വേദഭാഗം നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാരംഭവാക്യങ്ങളുടെ വിശദീകരണം അധികം നൽകുവാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല. സോ ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺ ഹു ബിലോങ് to the kingdom of heaven or kingdom of God. ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ വിശേഷിച്ച് പറയുകയുണ്ടായി, കർത്താവ് ഈ തിരുവായി മൊഴിഞ്ഞ് അരുളുന്ന ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം മത്തായി സുവിശേഷം 4:13, അതുപോലെ അതിൻ്റെ പ്രീവിയസ് ആയിട്ടും നമ്മൾ കാണുന്നുണ്ട്. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം, യോഹന്നാനും സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. യേശു കർത്താവും സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അതാണ് അതിൻ്റെ പ്രാരംഭമാകുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവരാജ്യം എന്നതിനെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ആ ദൈവരാജ്യത്തിൻ്റെ വാട്ട് ആർ ദ നോംസ് ഓർ വാട്ട് ആർ ദ സൈൻസ് of everyone who truly belongs to the kingdom. അവരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് ആരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ദിസ് ഈസ് എ മെസ്സേജ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇത് ജീവൻ്റെയോ മരണത്തിൻ്റെയോ സന്ദേശമാണ്. നമ്മൾ ഏത് രാജ്യത്തിലായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുവാനുള്ള സുവർണ്ണ അവസരമാണ്
ശ്വാസം പോകുന്നതിന് മുൻപുള്ള അവസരം. പക്ഷേ നമ്മൾ ചിന്തിക്കും അതിനിനിയും സമയമുണ്ടെന്ന്. ഇല്ല, സമയമില്ല. അപ്പോൾ ദിസ് മേ ബി, പേടിക്കണ്ട, ദിസ് മേ ബി എ ഫൈനൽ മെസ്സേജ് ഫോർ സം. ഐ ഡോണ്ട് നോ, മേ ബി. അതുകൊണ്ട് ഇത് നിങ്ങളെ പേടിപ്പിച്ചിരുത്താനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇത് റിയാലിറ്റി, ലൈഫിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റിയാലിറ്റി, ദിസ് ഈസ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്. പുല്ലിന് തുല്യമാണ് ഈ ജീവിതം. അതാ വേദോസം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് റിയാലിറ്റി ആയതുകൊണ്ട് നിങ്ങളെ വെരുട്ടി ഇവിടെ ഒന്നിരുത്താനല്ല ഞാൻ ആ വാക്ക് പറഞ്ഞത്, സത്യം അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വെദർ വി ട്രൂലി ബിലോങ് ടു ദ കിങ്ഡം. അതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് നമ്മൾ ചിന്തിച്ചത് ഈ മൂന്നാമത്തെ വാക്യം തന്നെയാണ്, 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മലയാളം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കിനേക്കാളും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ബ്ലെസ്സഡ് എന്നുള്ള പദമാണ് ഒന്നുകൂടെ ചേരുന്ന പദമെന്ന് നമ്മൾ ചിന്തിച്ചു. അല്ലെങ്കിൽ മറ്റ് ഭാഷാന്തരങ്ങളിലൊക്കെ धन्य है वो जो मन के दीन है क्योंकि स्वर्ग राज्य उन्हीं का है. धन्य है वो, ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അത് പറയുകയാണ്, സ്വർഗരാജ്യം അവർക്കുള്ളത്. theirs is the kingdom of heaven. അപ്പോൾ ഈ സ്വർഗരാജ്യം ആരുടേതാണ്? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അതിന് വിവിധ അർത്ഥതലങ്ങൾ പുതിയ നിയമത്തിൽ തന്നെയുണ്ട്. സ്വർഗരാജ്യത്തെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ടും ഒരു ഫ്യൂച്ചർ റിയാലിറ്റി ആയിട്ടും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. രണ്ടും സ്വർഗരാജ്യമാണ്, രണ്ടും ദൈവരാജ്യ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ സ്വർഗരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. യേശുവും ശിഷ്യന്മാരും പ്രസംഗിച്ചത് സ്വർഗരാജ്യം, ദൈവരാജ്യം. പൗൽ തുടർന്ന് പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇറ്റ് ഈസ് എ പ്രസൻറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആൻഡ് എ ഫ്യൂച്ചർ റിയാലിറ്റി. പ്രവാചകന്മാരല്ല അതാ പറയുന്നത്. ഒരു രാജാവ് നീതിയോടെ വാഴും, ഒരു രാജാവ് നീതിയോടെ വാഴാൻ പോകുന്നു, അവിടുത്തെ രാജ്യം വരാൻ പോകുന്നു. യേശു പഠിപ്പിച്ചു, അങ്ങയുടെ രാജ്യം വരേണമേ. ഏത് രാജ്യം? അക്ഷരീകമാകുന്ന അവിടുത്തെ രാജ്യം വരണം. എന്നാൽ അതിനു മുൻപേ അങ്ങയുടെ ഭരണം എന്മേലുണ്ടാകണം. അതാണ് ദൈവരാജ്യം. God reigning individual people, God's reign. ആ റെയിനെ അതാ യേശു പറഞ്ഞത്, സ്വർഗരാജ്യത്തെ ഒരു ശിശുവിനെ പോലെ കൈക്കൊള്ളാത്തവൻ അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. എന്താണ് ഞാൻ കൈക്കൊള്ളുന്നത്? I accept, I make myself under the king, the rulership, the reigning of King Jesus. ഞാൻ യേശുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ ശിശുവിനെ പോലെ കൈക്കൊള്ളണം. ഒരു ക്ലെയിമുമില്ല, ഒരു എന്താ പറയുന്നേ, ശിശുവിനെ പോലെ ദൈവരാജ്യം കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു, അപ്പോൾ God is obliged to bless me. It is as though Jesus is standing at the wayside pleading.
നോ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞതാ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? And he commands certain people, follow me. He didn't plead with them. യേശു കർത്താവ് ആരോടും യാചിച്ചില്ല, എന്നെ അനുഗമിക്കാം. Who can but follow Jesus when you listen to that authoritative call? യേശുവിൻ്റെ അധികാരമുള്ള വചനം കേട്ടപ്പോൾ, വലിയ സമ്പത്ത് ധനമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, he was sitting at the tax collector's booth. He left everything and followed Jesus. That's how powerful is the word of the gospel. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി അതാ. He doesn't plead with anybody. Come, will you come? No. Come, follow me. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിച്ച ഒരാള് അത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. That Lord had mercy on me. പോൾ പറയുന്നത്, സ്റ്റിൽ ബോൺ ആയിരുന്നു ഞാൻ. സ്റ്റിൽ ബോൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. He doesn't think that he left something. He only says, I count it garbage. എനിക്ക് ലാഭമായിരുന്നതൊക്കെ എന്തായിരുന്നു? ഛേദമായിരുന്നു. See, this is the kingdom. And if you are fortunate enough to listen to the call of kingdom, you are the most blessed person on earth. പ്രിയപ്പെട്ടവരെ, അതാ നമുക്ക് കിട്ടിയ ഭാഗ്യം. അതുകൊണ്ടാ പണ്ട് കാലത്തെ പാട്ടൊന്നും ഇങ്ങോട്ട് വാ അങ്ങോട്ട് തരാമെന്നല്ലായിരുന്നു. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം, കർത്തൻ സ്വന്തമായിട്ട് എന്നെ തീർത്തതാൽ കീർത്തിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, this is King Jesus. King Jesus, the Lord of Lords and King of Kings. എല്ലാ മുട്ടും മടങ്ങും ഒരിക്കൽ. ഇന്ന് മടങ്ങാത്ത മുട്ടൊക്കെയും അൺവില്ലിംഗ്ലി ആണെങ്കിലും ഒരിക്കൽ മടങ്ങും. So this is of the kingdom of heaven. Okay. കിങ്ഡം ഓഫ് ഹെവനിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പോവർട്ടി ഓഫ് സ്പിരിറ്റ്. It is only when the Spirit of God in His divine mercy makes me see my wretchedness. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആ ദുഷ്ടതയെ കാണാനും, He not only helps me see my own wretchedness, and He opens my eyes to the beauty of King Jesus. ഇത് രണ്ട് നിലയിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, എൻ്റെ wretchednessനെ എനിക്ക് മനസ്സിലാക്കി തരുന്നു. രണ്ട്, രാജാവാകുന്ന ക്രിസ്തുവിൻ്റെ മനോഹാരിത എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ, when the Spirit works in my heart, I, by God's grace, decides, yes, I would rather be in the kingdom of heaven than to have all the riches of the world put together. See, യേശുവിൻ്റെ മനോഹാരിത മനസ്സിലാക്കിയ ഒരുവനാണ് ലോകത്തിൻ്റെ ഏത് കാര്യവും
അത് വലുതല്ലെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ യേശുവിനെ ഒരു ഉപകരണമാക്കി ലോകത്തിൻ്റെ സമ്പത്ത് പ്രസംഗിക്കുന്ന സുവിശേഷത്തിനാണെന്ന് മാർക്കറ്റ്. അവരെ ആൾക്കാർ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? തിങ്സ് ഹാവ് കം ടു സച്ച് എ പാസ്. യേശു പറഞ്ഞതുപോലെ, ആത്മപൂർണനെ അല്ല, പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ആത്മപൂർണനെ ഭ്രാന്തനെന്ന് അവർ വിളിക്കുന്നത്. ആരാ? ദൈവഭയമില്ലാത്ത ഇസ്രായേൽ ജാതി. പ്രവാചകനെ എന്നാ വിളിച്ചതെന്നറിയാമോ? ഭ്രാന്തൻ. വൈ? Because his words were so piercing. ഇന്ന് പലരും സത്യ സുവിശേഷം പ്രസംഗിക്കുന്നവരെ ദുരുപദേശകന്മാരെന്നാണ് വിളിക്കുന്നത്. എന്നെയൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? നിങ്ങൾ വല്ലവരും അറിഞ്ഞായിരുന്ന ഇവിടെ കൊണ്ടിരിക്കുകയില്ലായിരുന്നു. അത് ദൈവം അയച്ചുകൊണ്ട് ഞാൻ വന്നതാണ്. ഇതുപോലെ ദൈവം അയക്കുന്നിടത്ത് ഞാൻ പോകും. എനിക്കതുകൊണ്ട് ഒരു പേടിയില്ല. സത്യം പറയാൻ എന്ന് പറഞ്ഞ് ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. I have so many problems with me. So, how do you enter? You enter in the kingdom of God. Jesus says, ആത്മാവിൽ ദരിദ്രർ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് വിശദമായിട്ട് കണ്ടു. എന്താണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം? പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു. ദാവീദ് പറയുന്നു, ദിസ് പൂവർ മാൻ ക്രൈഡ്. ഈ ദരിദ്രൻ നിലവിളിച്ചു, യഹോവ കേട്ടു. യെശയ്യാ പറഞ്ഞു, ദരിദ്രനും അരിഷ്ടനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? കടാക്ഷിക്കും. യേശുവിൻ്റെ സുവിശേഷം ലൂക്കോസ് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ധനസമ്പന്നരെ വെറുതെ മടക്കി അയച്ചു കളയുന്നു, എന്നാൽ ദരിദ്രനെ എന്ത് ചെയ്യുന്നു? കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. സുവിശേഷം ആരോട് പറഞ്ഞു? ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു പറഞ്ഞു, ഇറ്റ് ഈസ് ടു ദ പുവർ. ഇറ്റ് ഈസ് ടു ദ പുവർ. ആരാ ദരിദ്രൻ? യേശു ഒരു മനോഹരമാകുന്ന പാരബിൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച 18:13 ചുങ്കക്കാരൻ സ്വർഗത്തോട്ട് നോക്കാൻ പോലും അവന് കഴിയത്തില്ല. പരീശൻ ധനവാനാ, അവനൊത്തിരി പറയാനുണ്ട്. എന്നാൽ ചുങ്കക്കാരന് അവൻ സ്വർഗത്തിലോട്ട് നോക്കി പോലുമില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ഓഫ് പോവർട്ടി ഓഫ് സ്പിരിറ്റ്. യേശു പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഇതാണ് പോവർട്ടി ഓഫ് സ്പിരിറ്റ്. പിന്നെ യോഹന്നാന് വെളിപ്പാടുണ്ടാകുമ്പം ഒരു സഭയോട് മൊത്തമായിട്ട് പറയുന്നു. ആ സഭ ചിന്തിച്ചത് എന്നാണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. 7 സഭകളിൽ മാസയോഗം കൂടുമ്പം ലവോദിക്കക്കാർ വന്ന് പറയും, കണ്ടോ എൻ്റെ കാറ് കണ്ടോ, കണ്ടോ എൻ്റെ വണ്ടി കണ്ടോ, ഇതൊക്കെ പറയും. സ്മുർണക്കാരൻ പറയും, എനിക്കതൊന്നുമില്ല കേട്ടോ. ലവോദിക്കക്കാരൻ പറയും, ഞങ്ങളെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചേക്കുക. സ്മുർണക്കാരൻ പറയും, അയ്യോ ഞങ്ങളിപ്പോഴും ഭയങ്കര പീഡയിലും കഷ്ടത്തിൽ കൂടെ കടന്നു പോകാം സ്മുർണ സഭയെ. പക്ഷേ യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞതെന്നറിയോ? സ്മുർണ സഭയായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു കേട്ടോ. ഇഫ് ദ ലോർഡ് നോസ് മൈ പോവർട്ടി then blessed you are. നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എന്നിട്ട് പറയാ, നീ ധനവാനാകുന്നു താനും. പക്ഷേ മറ്റേ സഭക്കാരോട് എന്നാ പറഞ്ഞേ? നീ ധനവാനാണ്, എനിക്കൊന്നിനും കുഴപ്പമില്ല. നീ അരിഷ്ടനും കുരുടനും നഗ്നനും. അതായതല്ല കുഴപ്പം. അതായിരുന്നിട്ടും നിനക്ക് അറിയത്തില്ലെന്നുള്ളതാ കുഴപ്പം. Many of us think we are spiritually okay,
because we know the word of God. എനിക്ക് പുസ്തകം അറിയാം, എനിക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാൻ അറിയാം. പലരും അങ്ങനെ ചിന്തിക്കുന്നത്. Just because you think I am preaching, I am teaching, don't think, and I don't think ധനവാനാണെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. No. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, ദരിദ്രൻ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇതുകൊണ്ടാണ് ഐസക് വാട്ട്സ് എന്ന ആ ക്രിസ്തു ഭക്തൻ എഴുതിയ ഒരു ഗാനമുണ്ട്. അതിങ്ങനെ, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ് ഫോർ മീ, ലെറ്റ് മീ ഹൈഡ് മൈസെൽഫ് ഇൻ ദീ. ആ പാട്ടിൻ്റെ വരികൾ ഒന്ന്, നോട്ട് ദ ലേബേഴ്സ് ഓഫ് മൈ ഹാൻഡ്സ് can fulfill thy law's demands. Could my zeal no respite know? Could my tears forever flow? All for sin could not atone. Thou must save and thou alone. കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ലേ ഞാൻ. വൈരാഗ്യമേറിയാലും കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിട പാപനാശം നീ താൻ രക്ഷിക്ക വേണം. അടുത്ത സ്റ്റാൻസ, nothing in my hand I bring, simply to thy cross I cling. Naked come to thee for dress, helpless look to thee for grace. Foul I to the fountain fly, wash me Savior or I die. വെറും കൈയായി ഞാൻ അങ്ങ് ക്രൂശിൽ മാത്രം നമ്പുന്നു. നഗ്നൻ ഞാൻ നിൻ വസ്ത്രം ദാ, ഹീനൻ ഞാൻ കൃപത, മ്ലേച്ഛനായി വരുന്നിതാ, സ്വച്ഛനാക്കൂ രക്ഷക. If somebody is not born again, let the church pray that he or she will be born again today. It doesn't matter you dipped yourselves in water. It doesn't matter you signed a card. It doesn't matter you did something spiritual. Until and unless you come to the cross, ക്രൂശിങ്കിലേക്ക് ഈ മനോഭാവത്തോടെ വരുന്നവനാണ് വീണ്ടും ജനിക്കുന്നവൻ. Lord, have mercy on me, a sinner. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നാം ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. ഓക്കെ, ഇനി ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡ് വേണം. ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് യേശു അത് പഠിപ്പിച്ചു. എൻ്റെ മക്കളെ, കാരണം യേശു പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. And as I have already told you, his target audience was his disciples. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞതെന്തെന്നാൽ, അതാണ് നമ്മൾ വായിക്കുന്നത് ആത്മാവിൽ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദരിദ്രനാകണം. അല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. യേശു ആക്കുന്നുണ്ട്. 2 വാതിലുകളുണ്ട്. ഇടുങ്ങിയ വാതിൽ, ഇടുങ്ങിയ വഴി, 2 ഡെസ്റ്റിനേഷനും ഉണ്ട്. 2 gates, 2 ways and 2 destinations. ഇടുങ്ങിയ വാതിൽ, വിശാലമായ വാതിൽ. ഇടുങ്ങിയ വഴി, വിശാലമായ വഴി. പിന്നെ 2 ഡെസ്റ്റിനേഷനുണ്ട്. ഒന്ന് ജീവൻ, മറ്റൊന്ന് നാശം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇടയിലെ ചില പ്രസംഗകർ ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്ക് വേറൊരു വഴി വെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇടുങ്ങിയ വഴിയാൻ തോന്നും, എന്നാൽ വിശാലമായ വഴി വേണ്ടവന് അതും ഇവിടെ ഉണ്ട്. നാശം അത്
പിശാചിനെ ദൈവം അനുവദിച്ചിട്ട് ചേക്കുക. കാരണം സത്യത്തിന് ചെവി കൊടുക്കാൻ മനസ്സില്ലാത്ത അവനൊക്കെ നാശത്തിലേക്ക് പോകണമെന്നാണ് ദൈവത്തിൻ്റെ താല്പര്യം. സത്യത്തിൽ അതല്ലേ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്, വ്യാജമായ സകല അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും. കാരണം അതിൻ്റെ കാര്യം എന്നാ, ദേ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു ദ ട്രൂത്ത്. റീഡ്, നിങ്ങളിപ്പോൾ വായിക്കണ്ട, 2 തെസ്സലോനിക്ക 2-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കും, മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി poverty of spirit is required, not only for entering the kingdom, but to be in the kingdom. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ മാത്രമല്ല പോവർട്ടി ഓഫ് സ്പിരിറ്റ് വേണ്ടത്, അവിടെ തുടരണമെങ്കിലും ഇതില്ലാത്തവന് പറ്റുകയില്ല. അല്ലെങ്കിൽ അങ്ങനെ കയറുന്നവൻ മാത്രമേ ഈ ദൈവരാജ്യത്തിലുള്ളൂ, സ്വർഗരാജ്യത്തിലുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിലോട്ട് കയറുമ്പോഴാണ് മനസ്സിലാകുന്നത് that we cannot live the Christian life in our own strength. In other words, we do not have within us what it takes to be pleasing to God. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കാര്യം എന്നിൽ തന്നെ ഇല്ല, എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, സംടൈംസ് വി ഡു തിങ്ക് വി ഹാവ്. മനസ്സിലാകാൻ ഒരു ഇലസ്ട്രേഷൻ പറയാം, എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്നെ സൈക്കിള് പഠിപ്പിച്ചത്, കുഞ്ഞുങ്ങളെ ബൈസൈക്കിൾ അത് പഠിപ്പിക്കും. ഇന്ന് നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ, കാരണം 2 ട്രെയിനിങ് വീൽസ് ഉണ്ട്, അതുകൊണ്ട് എളുപ്പമാണ്. പണ്ട് കാലത്ത് അപ്നാ ജമാനേമേ, ഞങ്ങളുടെ കാലത്ത് അങ്ങനെയുള്ളൊരു പരിപാടിയൊന്നുമില്ലായിരുന്നു. സൈക്കിളിന് ബൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ ബൈസൈക്കിളാണ്, അല്ല ട്രൈസൈക്കിളോ 4 വീലറോ ഒന്നുമല്ലായിരുന്നു. ശരിക്കും ബൈസൈക്കിളായിരുന്നു, 2 വീലേ ഉള്ളൂ. എന്നെ ബൈസൈക്കിൾ പഠിപ്പിച്ചത് എൻ്റെ ചേട്ടനാണ്, എൻ്റെ നേരെ മൂത്ത ബ്രദറാണ്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ചേട്ടൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനുണ്ട്, ഞാൻ പിടിച്ചോളാം. അങ്ങനെ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ പഠിപ്പിച്ച് കുറേ മുന്നോട്ട് പോയപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പുറകിലുണ്ടോ എന്ന് പറഞ്ഞാൽ പുറകിലിരിക്കുകയല്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടുകയാണ് അതിൻ്റെ കൂടെ. ഞാനുണ്ട്, നീ പേടിക്കണ്ട. ഒത്തിരി നേരം ഓടി തിരിച്ചു വന്നപ്പം എന്നോട് പറയാ, ഞാൻ ഇന്ന പോയിന്റ് വെച്ച് കൈവിട്ടു, നീ അറിഞ്ഞില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ചേട്ടനില്ലെങ്കിലും കാര്യം നടക്കും. അപ്പോൾ ഒരു കോൺഫിഡൻസായി. എന്തോ ചെയ്തു, തന്നെ ഓടിക്കാൻ തുടങ്ങി. അന്നേരം തുടങ്ങിയപ്പോഴേ കാലിൻ്റെ മുട്ടിൻ്റെ പെയിൻ്റൊക്കെ പോകാൻ തുടങ്ങി. കാര്യം എന്താ മനസ്സിലാവുന്നുണ്ടോ? ആദ്യം എൻ്റെ ബ്രദർ അതേ പിടിച്ചിട്ടുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ കൈ എടുത്തു. പക്ഷേ ബ്രദർ എന്നോട് പറയുന്നത് എന്താ, ഡോണ്ട് വറി, ഗോ ഫോർവേഡ്. ഞാനുണ്ടെന്നേ, കാരണം തൊട്ട് പുറകെ ശബ്ദമുണ്ടല്ലോ. ആ ബ്രദർ പിടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയമില്ല, അത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ബ്രദർ ഇല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റും കേട്ടോ. അന്നേരം വീഴാൻ തുടങ്ങി. ഇപ്പം മനസ്സിലായി കാണുമല്ലോ പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്. Until and unless God helps you, ദൈവത്തിൻ്റെ സഹായമില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ചാരാതെ പോവർട്ടി ഓഫ് സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയില്ല.
ഞാൻ എൻ്റെ സമയം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നെങ്കിലും യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ഒന്ന് വളരെ പെട്ടെന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുക. മത്തായി സുവിശേഷം 16:6-12. മാത്യൂസ് ഗോസ്പൽ 16:6-12. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. നോക്കുക, ഈ പുളിച്ച മാവിൻ്റെ പ്രശ്നം മോഡേൺ ട്രാൻസ്ലേഷൻസിൽ അത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെയാണ് അവർ മാവിന് അപ്പത്തിന് സോഫ്റ്റ്നെസ് ഒക്കെ വരുത്തുവാനായിട്ട് ഉപയോഗിക്കുന്നത്. യഹൂദന്മാർ ഒരു മാവ് അവരൊരു ദിവസം ഉണ്ടാക്കിയാൽ അന്ന് അതിന് വലിയ പുളിയൊന്നും കാണത്തില്ല, എന്നാൽ അല്പം എടുത്ത് മാറ്റി വെക്കും. അത് അടുത്ത ദിവസം ഫെർമെൻ്റ് ആകും, അത് അടുത്ത ദിവസത്തെ മാവിൽ ചേർക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ആ പുളിച്ച മാവ്. എന്നാൽ വർഷത്തിൽ ഒരു ദിവസം ഈ പുളിച്ച മാവെല്ലാം മാറ്റണം. കാരണം മാറ്റിയില്ലേ ഭയങ്കര അപകടമാണ്. ഇത് ഫിസിക്കലി ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കൽ പെസഹായുടെ ആ ഉത്സവത്തോട് അനുബന്ധിച്ച് അവരോട് പറയും മുഴുവൻ മാറ്റിക്കോളാൻ പറയും. അതിൻ്റെ കാരണം ഒരു ഹെൽത്ത് റീസണാണ്. ഇത് ഭയങ്കര രോഗം ഉണ്ടാക്കും. ഇതേ ഉദാഹരണം തന്നെയാണ് പൗലോസ് ഇതേ കാര്യം, ഈ മെറ്റഫറാണ് 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ കൊരിന്ത്യരോട് പറയുമ്പോൾ, പുളിച്ച മാവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ, കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ഒരു പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്നതിന് മുമ്പ് ആ ഒരു വീക്ക് പുളിച്ച മാവെല്ലാം മാറ്റും. അതേ കാര്യം പോൾ പുതിയ നിയമത്തിലേക്ക് എടുത്തേച്ച് പറയുക, പുളിച്ച മാവെല്ലാം മാറ്റിക്കൂ. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടും മറ്റേത് വർഷത്തിലൊരിക്കലായിരുന്നു. പക്ഷേ ഇത് വർഷത്തിലൊരിക്കലെ പരിപാടിയല്ല. വൺസ് ഫോർ ഓൾ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇനിയും പുളിച്ച മാവിന് സ്ഥാനമില്ല. ഓക്കെ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പുളിച്ച മാവ് ആരുടെ പുളിച്ച മാവാ? പരീശന്മാരുടെ. കർത്താവ് എന്നെ ഇങ്ങനെ പറഞ്ഞു. അതിന് 12. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്നവർ ഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, ആ പുളിച്ച മാവെന്ന് പറഞ്ഞാൽ അപ്പത്തെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്, പിന്നെ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ്, അത് ഉപദേശം. പിന്നീട് ലൂക്കോസ് 12:2 അത് അവരുടെ ജീവിതമെന്ന് പറയുന്നുണ്ട്, ഹിപ്പോക്രസി എന്ന് പറയുന്നുണ്ട്. രണ്ടും സെയിമാണ്. ഓക്കെ, ഈ പുളിച്ച മാവ് എവിടെല്ലാം ഉണ്ടോ അവിടെ ഹിപ്പോക്രസി ഉണ്ട്. എന്നാൽ പുളിച്ച മാവില്ലെങ്കിൽ അവിടെ ഭയമുണ്ട്, പേടിയുണ്ട്. കാരണം ഐ എം നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ് ഗോഡ് സെറ്റ്സ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പുളിച്ച മാവ് ഇനെവിറ്റബിളി റിസൾട്ട് ഇൻ ഹിപ്പോക്രസി. അതുകൊണ്ടാണ് ലൂക്കോസ് 12:2 കർത്താവ് പറയുന്നത്. ഓക്കെ, എന്താ ഇവർ പുളിച്ച മാവ്? യേശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ദൈവം ഇസ്രായേലിനൊരു പ്രമാണം കൊടുത്തു. ആ പ്രമാണത്തിൻ്റെ ബെയർ ടെക്സ്റ്റ് ഓഫ് ദ ലോ അത് ഈ പരീശന്മാരിങ്ങ് എടുത്തു. ആക്ച്വലി പരീശന്മാർ സത്യത്തിൽ ചെയ്തത് എന്താ? സത്യത്തിൽ സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു പരീശന്മാർ. അവരെന്താ ചെയ്തത്? ലേവ്യ 19 അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം എന്നാ പറയുന്നേ? അവിടെ പറയുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും എങ്ങനെ ആകണം? വിശുദ്ധരായിരിക്കണം. അപ്പോൾ പരീശന്മാർ നോക്കിയപ്പം, ഹൗ ക്യാൻ ദാറ്റ് ബി എവർ പോസിബിൾ? അവരുടെ പ്രശ്നം അതാ. ഇന്നത്തെയും പ്രശ്നം അതാ. ഇന്നത്തെയും പ്രശ്നം അതൊക്കെ തന്നെയാണ്. അയ്യോ, ഇതൊന്നും പറയാൻ പറ്റുകയില്ല. ഗിരിപ്രഭാഷണത്തിൽ കാണുന്ന ഈ കാര്യം എന്തുവാ ഇത്? കൈ വെട്ടിക്കളയണമെന്നോ കണ്ണ് ചൂന്ന് കളയണമെന്നോ? ഹൗ ക്യാൻ ദിസ് ബി പോസിബിൾ? യേശു അതുകൊണ്ടാണ് വാൺ ചെയ്യുന്നത്. എന്ത്? പരീശന്മാരുടെ പുളിച്ച മാവ്.
അവിടെയും പ്രശ്നം അത് തന്നെയാണ്. ഇവിടുത്തെ വിഷയം എന്നാ? ദൈവം ആവശ്യപ്പെട്ടു, man is created in the image of God and man must behave God-like. Such a high standard. വലിയ ഉയർന്ന ഒരു സ്റ്റാൻഡേർഡ്. മനുഷ്യൻ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാണ്. അപ്പോൾ പരീശന്മാർ പറഞ്ഞു ഓക്കെ. അവർക്കതിൻ്റെ ആ അക്ഷരം അവരിങ്ങെടുത്തു. എന്താ അക്ഷരം എടുത്തത്? കൊല ചെയ്യരുത്. യേശു ഇവിടെ പറയുന്നുണ്ടത്. പിന്നീട് അക്ഷരീകമായിട്ട് അതിങ്ങെടുത്തു. പറഞ്ഞു ഇന്നതൊക്കെ ചെയ്താൽ നമ്മൾ ഓക്കെയാണ്. 600 ചില്ലുവാനും അഡീഷണലായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് അവരതങ്ങ് അങ്ങ് ഹെൽപ്പ്. അത് സത്യത്തിൽ ഇവരുടെ ലീഗലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്കൊക്കെ പിൻപറ്റാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ മനുഷ്യന് പിൻപറ്റാൻ കഴിയുന്ന നിലയിലാക്കി കൊടുത്തു. അതുകൊണ്ടാണ് ഒരു പരീക്ഷ വന്നപ്പം ജീവനെ പ്രവേശിക്കാൻ ഞാനെന്തോ ചെയ്യണം? യേശു പറഞ്ഞു സിമ്പിളല്ലേ, എഴുതിയിട്ടില്ലേ? നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണം പൂർണ്ണയാത്മാ, അതൊക്കെ. എന്നിട്ട് പറഞ്ഞു നിന്റെ അയൽക്കാരനെയും കൂടെ സ്നേഹിക്കണം. അപ്പോൾ അവൻ അവിടെ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്, തന്നെ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് ചോദിച്ചു, ആരാ എൻ്റെ അയൽക്കാരൻ? അന്നേരം യേശു ഒരു പാരബിൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, ആരാ അയൽക്കാരൻ? പറഞ്ഞു ശമര്യക്കാരനാ. നീയും പോയി അങ്ങനെ ചെയ്തോ? പറ്റുമോ യഹൂദനെ? നോക്കിയേ, മനസ്സിലായോ? കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്റെ അയൽക്കാരൻ യഹൂദനാണെന്ന് മാത്രമല്ല, അവന്റെ കിന്ന അടുത്തുകൂടിയിരിക്കുന്നവനാ. ക്ഷമിക്കണം സഹോദര, നിരപ്പാകണം സഹോദര. ഞാൻ എൻ്റെ ചുറ്റും കുറേ സഹോദരന്മാരെ വെച്ചിട്ടുണ്ട്, അവരുമായിട്ട് ഞാൻ ഓക്കെയാണ്, വേറെ ആരോടും ഇല്ല. എനിക്കറിയാം ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ യേശു പറഞ്ഞെന്താ? യേശു പറഞ്ഞത് പരീശന്റെ പുളിച്ച മാവ് സൂക്ഷിച്ചോണം, വലിയ അപകടമാണ് സൂക്ഷിച്ചില്ലെങ്കിൽ. താങ്ക് യു സനു. അപ്പോൾ കേൾക്കണമെന്ന് താല്പര്യമുണ്ട്, അതുകൊണ്ടല്ലേ ഇത് കൊണ്ട് തന്നെ. എല്ലാവരുടെയും കാര്യമാവട്ടെ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അവിടെ പറഞ്ഞ കാര്യമൊന്നും അനുസരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ട്? ഒരു വാക്യം ഒന്ന് വായിച്ചു പെട്ടെന്ന്. അവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 19:17 അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. സഹോദരനെ വാളെടുത്ത് വെട്ടല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും, ഞാൻ വെട്ടുന്നില്ല. പക്ഷേ പഴയ നിയമത്തിൽ ആവശ്യപ്പെട്ടത് എന്താ? വാളെടുത്ത് വെട്ടല്ലെന്നൊന്നും അല്ല പറഞ്ഞത്. പിന്നെന്താ? ഹൃദയത്തിൽ ദ്വേഷിക്കരുതെന്ന്. ഇതുവല്ലോ നടക്കുമോ? അപ്പൊ പരീശന്മാരൊരു വഴി കണ്ടെത്തി. അതൊന്നും നമ്മളെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല, പിന്നെ ഒക്കുന്ന കാര്യം അങ്ങ് ചെയ്യാം. ഇന്നും അത് തന്നെയാ. മീശ പഠിക്കണോ? അതൊക്കെ എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമാണ്. വെള്ളയുടിപ്പിടണോ? ഒക്കുന്നതേലും ചെയ്യാമെന്നേ. ഒക്കാത്തൊന്നും പറ്റുകയില്ല. സഹോദരനെ ദേഷിക്കരുതെന്ന് പറഞ്ഞാലൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്നെ കൊണ്ട് ഒക്കുന്നത് ഇതാ. അതുകൊണ്ട് അടുത്ത ആഴ്ച മുഴുവൻ എല്ലാവരും വെള്ളം ഇട്ട് വന്നോണം. അപ്പം നിങ്ങൾക്കും സന്തോഷം, എനിക്കും സന്തോഷം. വെള്ളം നല്ലൊരു വസ്ത്രം തന്നെയാണ് കേട്ടോ. അത് നല്ല വസ്ത്രം തന്നെയാണ്. പ്രത്യേകിച്ച് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ വെള്ളം നല്ലതാണ്. അത് ഇറ്റ് ഈസ് അപ് ടു യു. എന്നാൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വെള്ളയൊക്കെ ഇട്ട് വെള്ള സ്കാഫും കെട്ടി, സഹോദരിമാർ പുരുഷന്മാരല്ല,
വരുമ്പം നമുക്ക് തന്നെ തോന്നും കൊള്ളാം കൊള്ളാം. ഇതിൻ്റെ പേരാണ് പരീശന്റെ പുളിച്ചമാവ്. കാരണം മറ്റേതെനിക്ക് പറ്റുകയില്ല. ഏത്? ഹൃദയത്തിൽ ദോഷിക്കരുതെന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുകയില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് പറ്റുന്നതേലും ചെയ്യാമെന്നേ. അതാ പലരും പറയുന്നത്. ഉപദേശം ഞാൻ അത്ര വിശുദ്ധനൊന്നുമല്ല, ഞാൻ അത്ര ആത്മീയനൊന്നുമല്ല, എന്നെ കൊണ്ട് ഒക്കുന്ന പോലൊക്കെ ഞാൻ ജീവിക്കും. മനസ്സിലായോ? ഇതാ പുളിച്ചമാവ്. ഇതിൻ്റെ പേരാണ് പുളിച്ചമാവ്. അതാ യേശു പഠിപ്പിച്ചത്. പക്ഷെങ്കിൽ സത്യത്തിൽ ഈ പ്രമാണം എന്തിനാ ഇസ്രായേലിന് കൊടുത്തതെന്നറിയാമോ? കേട്ടെ കേട്ടെ കേട്ടെ. ഇസ്രായേലിന് ഈ പ്രമാണം കൊടുത്തത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശു അത് തന്നെയാണ് പറഞ്ഞത്. മത്തായി 5:17 വരുമ്പം യേശു പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ എന്തിനല്ല വന്നേ? നീക്കാനല്ല, അതിനെ ക്യാൻസൽ ചെയ്യാനല്ല വന്നെന്ന്, ഞാൻ അതിനെ നിവർത്തിപ്പാനാണ് വന്നതെന്ന്. അതാ യേശു പറഞ്ഞു 5:17. എന്നിട്ട് തുടർന്ന് 20 പറയുന്നത്, നിങ്ങളുടെ നീതി പരീശൻ്റെയും ന്യായശാസ്ത്രിയുടെയും. അപ്പോൾ പരീശൻ്റെ ന്യായശാസ്ത്രിയുടെ നീതി ഏതാണെന്ന് മനസ്സിലായോ? സഹോദരനെ ദോഷിക്കല്ലെന്ന് പറയുന്നതൊന്നും പോസിബിൾ അല്ല. പിന്നെ കുറഞ്ഞ പക്ഷം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതാണ് പരീശന്റെ നീതി. യേശു പറഞ്ഞു, വാൺ ചെയ്തു, അത് നിന്നെ രോഗാതുരനാക്കും. ഇറ്റ് വിൽ മേക്ക് യു ഇൽ. കാരണം പുളിച്ചമാവ് പിന്നെ അതുകൊണ്ടാണ് നീക്കിക്കളയാൻ പറഞ്ഞത്. വർഷത്തിൽ ഒരിക്കൽ, പിന്നെ പുതിയത് തുടങ്ങുകയാണ്. ഇന്നത്തെ ഈസ്റ്റ് ഇല്ലാഞ്ഞ കാലമാണ്. ചില ഭാഷാന്തരങ്ങളിൽ ഈസ്റ്റ് എന്നുണ്ട്, എന്നാൽ ഈസ്റ്റ് അല്ല, അത് പുളിച്ചമാവ് തന്നെയാണ്. ഓക്കെ, രോഗം ഉണ്ടാക്കും യേശു പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഈ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കാൻ എളുപ്പമാണ്. മനസ്സിലായോ? കിണ്ടിയുടെയും, അതാ യേശു പറഞ്ഞേ, കിണ്ടിയുടെയും കിണ്ണത്തിൻ്റെ പുറം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇപ്പം ചിന്തിക്കും, ആർക്കാണ്ടിട്ട് പാസ്റ്റർ. അല്ല സഹോദര, നിനക്ക് തന്നെയാ തരുന്നത്. ആർക്കാണ്ടല്ലത്. ഇറ്റ് ടു യു ഐ എം സ്പീക്കിംഗ്. ഓൾ ഓഫ് us, നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എഫെസോസ് സഭയുടെ ദൂതൻ്റെ കയ്യിൽ എഫെസോസുകാർക്കുള്ള സന്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ, എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ദൂതൻ്റെ കയ്യിൽ കർത്താവ് ദൂത് തന്നിട്ടുണ്ട്. അത് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ എന്താ? അപ്പൊ കിണ്ടിയുടെ പാത്രത്തിൻ്റെ പുറം ശുദ്ധീകരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ആകാൻ പറ്റുകയില്ല. എന്തിനാ ഈ പ്രമാണം കൊടുത്തത്? കർത്താവിന് അറിയത്തില്ലായിരുന്നോ ഇത് പറ്റുന്ന കാര്യമല്ലെന്ന്? ഇവരെ കൊണ്ടെന്നല്ല, നമ്മളെ കൊണ്ടും പറ്റുകയില്ലെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെന്തിനാ ഇത് കൊടുത്തത്? കൊടുത്തതിനൊരു ഉദ്ദേശമുണ്ട്. കാരണം യേശു പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? 5:18 മത്തായി വായിച്ചു. ഇപ്പം നിർത്താം. 5:18. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം. 5:18 ആകയാൽ ഏറ്റവും ചെറിയ 5:48. ഐ എം വെരി സോറി. 5:48. ഓക്കെ, വായിച്ചോളൂ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് 5:48. ഓക്കെ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഒക്കുമോ? ആത്മാർത്ഥമായിട്ട് പറക്കോ? എനിക്കൊക്കെയില്ല. നോ. പഴയ നിയമത്തിൽ എന്താ പറഞ്ഞേ? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധനാണ്. കർത്താവ് എന്നാ പറഞ്ഞേ? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ അല്ല. പഴയ നിയമത്തിൽ പറഞ്ഞത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധ. യേശു ഇവിടെ പറഞ്ഞാ നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് സൽഗുണപൂർണൻ, നിങ്ങളും സൽഗുണപൂർണരാകുവേ. പറ്റുമോ? പറ്റുകയില്ല. പിന്നെന്തിനാ പറഞ്ഞേ? അതിനൊരു ഫങ്ഷനുണ്ട്. സത്യത്തിൽ ആ പ്രമാണം കൊടുത്തപ്പം ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. ന്യായപ്രമാണം
it functioned as a paidagogos. Paidagogos എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ശിശുവിനെ പരിപാലിച്ച് നടത്തുന്നയാൾ. മലയാളത്തിൽ പറഞ്ഞേക്കുന്നത് ശിശുപാലകൻ. എന്താ ശിശുപാലകൻ്റെ ഫങ്ഷൻ? ശിശുപാലകൻ്റെ ഫങ്ഷൻ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ന്യായപ്രമാണം ക്രിസ്തുവിങ്കലേക്ക് നടത്തണം. കാരണം അവർക്ക് മനസ്സിലാകണം, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനാകണം. അപ്പോൾ അവർക്ക് മനസ്സിലായി അത് പറ്റുകയില്ല. പിന്നെ പുറമേ കാണിക്കാം, പറ്റുന്നതൊക്കെ ചെയ്യാം. ഒരു ശബത്ത് ദിവസം എത്ര വഴി നടക്കണം, ഇത്രന്ന് മാത്രം. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം. കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താ, ഇതെല്ലാം പറഞ്ഞു. ആരാ? പരീശന്മാർ. കാരണം നമ്മളെ കൊണ്ട് ഒക്കുന്ന ചെയ്യാമെന്നേ. അതൊക്കെയല്ല, ഒക്കുന്നത് ചെയ്യാം. പക്ഷെ പ്രശ്നം, ഒക്കുന്നത് ചെയ്താൽ ആരും നിത്യത പോവുകയില്ല. അതാ പ്രശ്നം. കാരണം ഇവിടെ 100-ൽ 100 മാർക്ക് വേണ്ടത്. 100 മാർക്കില്ലാതെ 99 മാർക്ക് മേടിച്ചാൽ നിത്യത പോവുകയില്ല. പിന്നെ എന്തോ ചെയ്യും? അവിടെയാണ് പോവർട്ടി ഓഫ് സ്പിരിറ്റ്. യഹൂദൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? യഹൂദൻ പറയണം, അയ്യോ ഞങ്ങൾക്ക് കഴിവില്ലേ. ചിലരത് മനസ്സിലാക്കി. ഹന്ന എന്ന പ്രവാചകി മനസ്സിലാക്കി. ശിമയോൻ എന്ന ആ വന്യ വയോധികൻ മനസ്സിലാക്കി. നീ ജാതികൾക്കൊരുക്കിയ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇപ്പോൾ നാഥ, അടിയനെ സമാധാനത്തോടെ നീ പറഞ്ഞയക്കുന്നു. ദിസ് ഈസ് ഇനഫ് ഫോർ മീ ലോർഡ്. ശിഷ്യന്മാർക്ക് ആ ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം എഴുതി വരുമ്പോൾ പറയുന്നത്, people who sat in darkness have seen a great light. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. റോമാലേഖനത്തിൽ പോൾ പറയുന്നു, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ. റോമർ 5:17 സമൃദ്ധി ലഭിച്ചവർ. സോ they should have been led to Christ for abundant grace. That is the function of the law. അതാ ഫങ്ഷൻ. ഇവിടെയും അത് തന്നെയാണ്. എന്താ? സൽഗുണപൂർണനാകുവേൻ. പറ്റുമോ? പറ്റുകയില്ല. സോ ഐ റൺ ടു ക്രൈസ്റ്റ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് ഈ യഹൂദന്മാർ വ്യാഖ്യാനിച്ച പോലെ നമ്മൾ വ്യാഖ്യാനിക്കാതിരിക്കാനാണ് 10 കൽപ്പനകളെ വ്യക്തമായിട്ട് കർത്താവ് വ്യാഖ്യാനിച്ചു. 6ാമത്തെ കൽപ്പന, കൊല ചെയ്യരുത്. എന്താണ് അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ വ്യാപ്തി എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് യേശു പറഞ്ഞു. 7ാമത്തെ കൽപ്പന, അതിൻ്റെ അർത്ഥം എന്താണെന്ന് കർത്താവ് പറഞ്ഞു. 9ാമത്തെ കൽപ്പന, അതിൻ്റെ അർത്ഥം എന്താണെന്ന് യേശു പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനാകുന്ന പോലെ ആകുവാൻ. അതാണ് ദ മോറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ലോ. അതുകൊണ്ടാണ് ഐസക് വാട്ട് പറഞ്ഞത്, കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ലേ ഞാൻ എത്ര ഉപവസിച്ചാലും, എത്ര കണ്ണുനീര് ചൊരിഞ്ഞാലും അതൊന്നും തന്നെ അങ്ങയുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ പ്രാപ്തനല്ല. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ സത്യം, യേശു കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്യുകയല്ല ഗിരിപ്രഭാഷണത്തിൽ. പിന്നെയോ ന്യായപ്രമാണത്തിൻ്റെ യഥാർത്ഥ ഫങ്ഷൻ എന്താ, അർത്ഥം എന്താണെന്ന് പറയുക. ദിസ് ഈസ് ദ റിയൽ മീനിങ്. അതിൻ്റെ ഉദ്ദേശം എന്താ? ഗോഡ്സ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹിസ് മോറൽ ലോ. അത് യേശു പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം വായിച്ച് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. റോമാലേഖനം അതിൻ്റെ
7-ാം അധ്യായം നോക്കണം. അപ്പോൾ യേശു പറഞ്ഞു, ബിവെയർ ഓഫ് ദ ലെവൻ ഓഫ് ദ ഫാരിസീസ്. പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചോണം. നമ്മൾ പറയുന്നു ഇതൊക്കെ ആർക്കാ കഴിയുന്നത്? നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. യേശു പറഞ്ഞു നടക്കുകയില്ല സൽഗുണപൂർണനാകുന്നത് പോലെ. ഇത് മനസ്സിലാക്കിയപ്പം പ്രിയപ്പെട്ടവരെ, ദ പെയിൻഫുൾ ട്രൂത്ത് ഈസ് none of us can reach God's perfect standard. That is the painful truth. None of us, not even Apostle Paul. അതുകൊണ്ടാ റോമർ 7:24 ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതിന്റെ മുകളിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം വിശുദ്ധം. ന്യായപ്രമാണത്തിന് കുഴപ്പമില്ല, അത് വിശുദ്ധമാണ്, അത് ദൈവത്തിൻ്റെതാണ്. പക്ഷെ പ്രശ്നം എന്താ? അയ്യോ, ന്യായപ്രമാണത്തിൻ്റെ ട്രൂ മീനിങ് മനസ്സിലാക്കിയപ്പം ഈ ഫാരിസി, അപ്പോസ്തലൻ ഒരു ഫാരിസിയായിരുന്നു, പരീശനായിരുന്നു. അദ്ദേഹം പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. വീണ്ടും ജനിച്ച അപ്പോസ്തലനാ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരം. അപ്പോൾ കർത്താവിനോട് പറയാ, പേടിക്കണ്ട. അടുത്ത വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി For salvation I come to Christ. For sanctification I come to Christ. No other way. രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിലേക്ക് വരുന്നു, വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഞാൻ ക്രിസ്തുവിലേക്ക് വരുന്നു. വിശദീകരണം കുഴപ്പമില്ല, പിന്നെ പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നല്ല. നോ, എനിക്ക് പറ്റുകയല്ല. അടുത്ത വാക്യം 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തുയേശു വേണം. അടുത്ത വാക്യം നമ്മൾ താഴോട്ട് വായിച്ചാൽ, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന്. എങ്ങനെ? God's Holy Spirit. So what is the fullness of the Spirit? And what does it mean to be filled with fear? It means simply this: you are possessed with fear. It is the same meaning. You are filled with the Spirit. You are controlled by the Spirit. എങ്ങനെ? എന്തിനു വേണ്ടിയിട്ടാ? ന്യായപ്രമാണം ഇനിയും വേണ്ട, അങ്ങനെ ചിലരൊക്കെ പറയുന്നു. സിംഗപ്പൂർ ഒരാൾ പറയുന്നു ഇനിയും വേണ്ട. നാട്ടിൽ ഒരാൾ അത് ഏറ്റുപിടിച്ച് പറഞ്ഞു. ഇപ്പം അദ്ദേഹം അവിടെ അയൽപക്കത്ത് പോലും ഇല്ല, പേര് തൽക്കാലം പറയുന്നു, വേണേ പറയാം. ഇപ്പം പുള്ളി ദൈവം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വേറൊരാൾ കത്തോലിക്കയിൽ പോയി എന്ന് പറഞ്ഞാൽ എന്താ? പാപം ചെയ്യുമ്പം കൃപയിലോട്ടാണ് വീഴുന്നത്, അതുകൊണ്ട് ചെയ്തു, അടിച്ച് പൊളിച്ചു. യങ്സ്റ്റേഴ്സ് എല്ലാം ഭയങ്കര സന്തോഷം, അവർക്ക് കേൾക്കേണ്ടത് ഇതാ. പണ്ട് കാലത്തൊക്കെ നമ്മളോട് പറഞ്ഞ് നിന്നെ ഞാൻ വാലല്ല തലയാക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നായിരുന്നു. ഇപ്പോൾ ഈ പൈസ കണ്ട് വളർന്ന നമ്മുടെ പിള്ളേർക്ക് വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വിഷയമല്ല. അവർക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ, ചർച്ചിൽ വന്ന് അടിച്ചു പൊളിക്കാം, പുറത്തു പോയി തോന്നിയ പോലെ ജീവിച്ചാലും നിത്യത ഉറപ്പാണെന്നൊരു മെസ്സേജ് മതി. അങ്ങനല്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എവിടാ തുടങ്ങുന്നതെന്നറിയാമോ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമാകുന്ന ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, ക്രൈസ്റ്റ് മൈ പെർഫെക്റ്റ് റൈച്ചസ്നെസ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന എന്നിൽ
ന്യായപ്രമാണത്തിൻ്റെ നീതി. എന്താ ന്യായപ്രമാണത്തിൻ്റെ നീതി? ന്യായപ്രമാണത്തിൻ്റെ നീതി കേവലം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കേവലം ആ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നതല്ല, പിന്നെ അതിനേക്കാളും ഗാഠമായത്. അതെന്നെ കൊണ്ട് പറ്റുമോ? അയ്യോ പറ്റും. എങ്ങനെ പറ്റും? എനിക്ക് പറ്റത്തില്ല. എനിക്ക് വേണ്ടി പെർഫെക്റ്റ് റൈച്ചസ്നെസ്സായി തീർന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിനിൽ വസിക്കുമ്പോൾ എനിക്ക് പറ്റും. സഹോദരനോട് നിസ്സാര എന്ന് മനസ്സിൽ കരുതാതിരിക്കാൻ എനിക്ക് പറ്റുകയില്ല. പിന്നെ പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞവൻ്റെ ആത്മാവിനെ വസിക്കുമ്പോൾ, പഴയ ഇലുസ്ട്രേഷൻ മറക്കരുത്. When I know my elder brother is behind my back. When I know my elder brother is behind my back, I can ride. Otherwise no. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ നമ്മോടൊപ്പം ഉണ്ട്, അവിടുത്തെ ആത്മാവ് നമ്മിലുണ്ട് എങ്കിൽ നാം ആത്മാവിൽ ദരിദ്രരായിട്ട് മുന്നേറും. നമ്മൾ വിശുദ്ധീകരണത്തിൽ മുന്നേറും. May God bless us. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാം.